മറ്റാരുണ്ട് LDF അല്ലാതെ? സ്വന്തം ഈ വർക്കലക്കാർ മൊത്തത്തിൽ ഒരു പറച്ചിലുണ്ട്, അങ്ങനെ LDF എങ്ങാനും അധികാരത്തിൽ വരികയാണെങ്കിൽ വർക്കലയ്ക്ക് ഒരു മന്ത്രിയാണ് കിട്ടുന്നതെന്ന്. അതെ അതെ, അങ്ങനെ ഒരു ടോക്കുണ്ട്. അത് നമുക്ക് എനിക്കൊരു സ്ഥാനാർത്ഥിയോട് തന്നെ ഒന്ന് ചോദിക്കാൻ തോന്നും. ഇത് വർക്കലക്കാരിയാണ്. അങ്ങനെ വോട്ട് കിട്ടുമോ? അല്ല, വോട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നീ കൊടുക്കുവോ? കഴിഞ്ഞ തവണ 1-1 എടുക്കാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ മണ്ഡലത്തിലുള്ള ആളാണെന്നൊക്കെ വോട്ട് കൊടുക്കുവോ? അത് ഇപ്പൊ പറയുന്നില്ല. ഉറപ്പില്ല. അത് ചാനലിന്റെ ഭാഗമല്ലേ, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അതാണ് ആൻസർ. ഇപ്പൊ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പോകുമ്പം ഇടി കിട്ടും. അതല്ല, ഇവിടുന്ന് നേരെ പോകുന്നത് ചിലപ്പോൾ UDF സ്ഥാനാർത്ഥിയെ കാണാനായിരിക്കും. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കുഴപ്പമില്ല. നമുക്ക് ആളുകളുടെ ഒരു അപ്രോച്ച് കാണുമ്പോൾ നമുക്കറിയാം, അവരുടെ ഫേസ് കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആളുകളുടെ ഒരു അപ്രോച്ച്, ആളുകളുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ നമുക്ക് അനുകൂലമാണ്. സ്വാഭാവികമായി അതിൽ വേറെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനായിട്ട് കാണുന്നില്ല. MLA ബോർഡ് മാറ്റി XMLA ബോർഡ് വെപ്പിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ XMLA ബോർഡ് മാറി MLA ബോർഡ് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് MLA ചേർക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്തും പറയാമല്ലോ. അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമില്ല നമുക്ക്. അതെല്ലാം വരുന്ന നാളുകളിൽ അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഞാനത് പറയുന്നില്ല ഇപ്പോൾ. പറഞ്ഞോ? അല്ല, പുള്ളി എനിക്ക് തോന്നുന്നു വർക്കലക്കാർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സിറ്റിംഗ് MLA ആയിരുന്നു, പിന്നീട് എക്സായി, ഇനി അത് മുന്നോട്ട് വരും എന്നാഗ്രഹിക്കാം. സിറ്റിംഗ് വേഴ്സസ് എക്സ് എന്നൊരു പോരാട്ടമുണ്ട്. അതിൽ ഒരു പ്രശ്നം, നമ്മൾ പൊളിറ്റിക്സ് ആണ് പറയുന്നത്, നമ്മൾ പിന്നെ വികസനമാണ് ഞങ്ങൾ പറയുന്നത്. ജാതിയും മതമൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ പൊളിറ്റിക്സ് പറയുമ്പം യഥാർത്ഥത്തിൽ ഇവർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ആരാ നേതാവ്? ഒരാളുടെ പേര് പറയട്ടെ, ഒരു നേതാവിൻ്റെ പേര് അവർ പറയട്ടെ. അതിനവർ പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് പറയാൻ കുറേയധികം നേതാവുണ്ട്, നിങ്ങൾക്ക് പറയാൻ ഒരു പിണറായി വിജയനേ ഉള്ളൂ. അല്ല, അത് ഞങ്ങൾക്ക് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? നമ്മളൊരു നേതാവ് എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അതിന് ഏറ്റവും വലിയ ഗുണമുണ്ട്. കാരണം ഒരു തീരുമാനമെടുക്കാനും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന വാക്ക് പറയാനും ഒരാൾ ഇതിനകത്തുണ്ട്. 4 പേരുടെ വാക്കല്ല ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എന്താണ് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഞങ്ങളിൽ അങ്ങൊന്നും പറയാൻ പറ്റുന്ന ആളുകളില്ല, അങ്ങനെ പറയാൻ പറ്റത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സ് പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളെ കാണുകയും ജനങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യും. ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ മാറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടുത്തെ നിങ്ങളിങ്ങോട്ട് വരുന്ന ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പട്ടയം. പട്ടയം ഇല്ലാതെയാണ് താമസിച്ചത്, കേട്ടോ. എൻ്റെ പൂ ഞാൻ തരില്ല. പട്ടയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മളത് പരിഹരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ട് നമ്മളെ സംബന്ധിച്ച്. ഇപ്പം രാഷ്ട്രീയം പറഞ്ഞ പോരാട്ടത്തിന് പോകുമ്പം CPM LDFും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, താങ്കൾക്കൊപ്പം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഒപ്പം വന്ന മുമ്പ് ഇവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുടെ മകൾ, അത് പോട്ടെ, താങ്കൾക്കൊപ്പം നോമിനേഷൻ കൊടുക്കാൻ താങ്കൾക്കൊപ്പം OS അംബികയ്ക്കൊപ്പം വന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ BJP സ്ഥാനാർത്ഥിയായി വരുന്നത് രാഷ്ട്രീയമായി ഒരു 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 എന്താ പറയുക, ഒരു മൂല്യച്യുതിയോ അധികാരത്തിന് വേണ്ടി പല ആളുകളും പോയി എന്നൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നില്ലേ? ഈ 30 വെള്ളിക്കാശിന് വേണ്ടി യേശുദേവനെ ഒറ്റുകൊടുത്ത ഒരു കാര്യം നമുക്കറിയാം. പറഞ്ഞു മനസ്സിലായി, നമ്മളത് വായിച്ചിട്ടുണ്ട്. 1:30 മണിവരെ, അതായത് ഉച്ചയ്ക്ക് 1:30 മണിവരെ OS അംബിക, ഈ മണ്ഡലമല്ല, അവർ ആറ്റിങ്ങൽ മണ്ഡലമാണ്, OS അംബികയോടൊപ്പം സ്ക്വാഡിറങ്ങുകയാണ്. 1:30 മണിവരെ. 1:30ക്ക് ശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം നേരെ കാറിൽ കയറി തിരുവനന്തപുരത്ത് പോയി BJP അംഗത്വം എടുക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മനസ്സിലാവുമെന്ന് പറയാം. നമ്മുടെ ഇലക്ഷൻ ട്രിക്കുകളൊക്കെ പഠിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി ഒരു ട്രിക്കും അങ്ങനെ ഒരു ട്രിക്കും പ്രയോഗിക്കാറായില്ല. മനസ്സിലായി? ആളുകൾ തന്നെ പറയാണ് അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം. അല്ല, അത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഗതിയൊന്നും അതിനകത്തില്ല. ആ ഇലക്ഷൻ ട്രിക്ക് എന്ന് പറയുന്നത് ലീഡർഷിപ്പിൽ നിൽക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന ട്രിക്കാണത്. അതിനുള്ള പ്രായവും അതിനുള്ള പക്വതയൊന്നും വന്നില്ല നമ്മൾ.
നമ്മൾ സുന്ദരേശ എണ്ണ ഒഴിവായപ്പോൾ, അച്ഛൻ ഒഴിവായപ്പോൾ അതിലേക്ക് ആ ഒഴിവിലേക്ക് നമ്മൾ ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നതാണ്. വൈസ് പ്രസിഡൻ്റാക്കി, ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാക്കി, അടുത്ത പ്രാവശ്യം വന്നപ്പോൾ പിന്നെ ബ്ലോക്ക് പ്രസിഡൻ്റാക്കി, അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് വേറെ അങ്ങനെ പോയി ട്രിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം. ഒരു നീക്കം വോട്ട് വിഭജനത്തിന് കാരണമാകുമെന്നൊരു ഭയം ഉണ്ടോ? വോട്ട് വിഭജനത്തിനൊന്നും അത് വരില്ല. അത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. എത്രയാ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വിജയ്? അല്ല, അത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. പോളിംഗിന് ശേഷം അല്ല, ഇതിനകത്തിപ്പം ആത്മാർത്ഥമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ തിരുവനന്തപുരത്തെ LDF സീറ്റുകൾ എണ്ണിക്കൊണ്ട് വരുന്ന പൊതുവെ ആളുകൾ ഷുവർ സീറ്റായി എണ്ണിക്കൊണ്ടിരുന്ന ഒരു സീറ്റാണ് വർക്കല. പക്ഷേ ഇപ്പം പൊതുവെ ഒരു കുറച്ചുകൂടി ടൈറ്റാണ് എന്നൊരു മൂഡ് പുറത്തുണ്ട്. ഒരു പക്ഷേ ടൈറ്റൊന്നും ആയിരിക്കില്ല, അങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ആ അർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ട്. അല്ല, അത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും പറയാമല്ലോ. ഇപ്പോൾ അവിടെ വളരെ ടൈറ്റാണ്, ഇവിടെ ടൈറ്റാണെന്നെല്ലാം പറയാമല്ലോ. അതെല്ലാം ഈ റിസൾട്ടിനോട് കൂടി അതങ്ങ് മാറും. വേറെ പ്രശ്നമൊന്നും വരത്തില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എനിക്ക് പിന്നെ ആദ്യം ചോദിച്ച ഉത്തരത്തിൽ അവസാനം എത്തിക്കാം. എന്തായാലും ഒരു തുടർഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിൽ നിന്നൊരു പഴയൊരു ജില്ലാ സെക്രട്ടറി, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഒക്കെ ആകുമ്പോൾ ഈ നിൽക്കുന്നവർക്കൊരു മന്ത്രിയൊക്കെ കിട്ടുമോ? അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. നമുക്കതിനകത്ത് വേറെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു കാര്യവും ഞാൻ പറയാൻ പാടില്ല. പാർട്ടി അത് എന്താണോ തീരുമാനിക്കുന്നത്, ഭരണം കിട്ടുകയാണെങ്കിൽ പാർട്ടിക്ക് എന്ത് വേണോ തീരുമാനിക്കാം. ഏത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കും. അതാണ്, ഏത് തീരുമാനം എടുത്താലും അംഗീകരിക്കും എന്നതാണ്. എന്തായാലും പുറത്ത് പറയുന്നത് പോലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ഒന്നും വർക്കലയിൽ ഇല്ല എന്നാണ് വി ജോയിയുടെ അഭിപ്രായം. അതെന്തായാലും വോട്ടൊന്നും അങ്ങനെ വിഭജിച്ച് പോകില്ല എന്തായാലും എന്നുള്ള നിങ്ങളുടെ ഇന്നലത്തെ സർവേയും വളരെ അനുകൂലമായിട്ടുള്ളൊരു സർവേയാണ് നൽകുന്നത്. ജനം ഇതെല്ലാം നോക്കും. നമ്മളിതെല്ലാം പറയുന്നതല്ല. എങ്ങനെയൊക്കെയാണ് ഇത്, പ്രത്യേകിച്ചും റിപ്പോർട്ടറിനെ സംബന്ധിച്ച് ആളുകൾ പ്രത്യേകമായിട്ട് നോക്കുന്നത്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ ഒരു രീതിയും ഇടപെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാലിബർ, അതാണ് പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നോക്കും. റിപ്പോർട്ടറിന്റെ പ്രീപോൾ സർവേയിൽ പോലും അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം ഉണ്ട് എന്നാണ് എന്തായാലും പറഞ്ഞു വെക്കുന്നത്. ആത്മവിശ്വാസം എന്തായാലും തുണയായി 4-ാം തീയതി ഇതിലേക്ക് ലഡു ഒക്കെ കൊടുത്ത് ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നൊരു സമയം ഉണ്ടാകുമെങ്കിൽ നമ്മളും ഒപ്പം ഇവിടെയൊക്കെ ഉണ്ടാവും. എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനും റിപ്പോർട്ടർ സ്വാന്തനയ്ക്കുമൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. എന്താ വെച്ച് ഇപ്പോഴേ ലഡു വാങ്ങി വെച്ചോളാം കൊടുക്കാനുള്ളത്. ഓക്കെ.